സാങ്കേതിക സർവകലാശാല പുതിയ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധവുമായി SFI നിയമിതനായ ഡോക്ടർ K. ശിവപ്രസാദ് 24 നേരത്തെ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഉമേഷ് ബാലകൃഷ്ണ വിവരങ്ങൾ വെച്ചിരുന്നു. ഉമേഷ്, ആരാണ് പ്രതിഷേധ സമരം നടത്തുന്നത്? പുതിയ ശിവപ്രസാദ് അങ്ങോട്ടേക്ക് അത് ഗവർണറുടെ നോമിനിയാണ്, അല്ലെങ്കിൽ സർക്കാർ പാനൽ തള്ളിയാണ് ഗവർണർ നിയമിച്ചത് CC തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെ. വീണ്ടും അങ്ങോട്ടേക്ക് ശിവപ്രസാദ് എത്താൻ പോവുകയാണ്. അപ്പോഴേക്കും അവിടെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമാണ്, SFIയുടെ പ്രതിഷേധമല്ല, SFI അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. വീണ്ടും സംഘർഷഭരിതമാവുകയാണോ കലാലയ മുറ്റങ്ങൾ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ. ഉമേഷ് ബാലകൃഷ്ണ തുടരുന്നു. ഉമേഷ്, ആരാണ് പ്രതിഷേധിക്കുന്നത്? കാരണം എന്താണ്? ഇപ്പോൾ സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തെത്തേക്ക് ഇപ്പോൾ ഈ ആസ്ഥാനത്തിന് പുറത്ത് SFI പ്രവർത്തകർ പ്രതിഷേധിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും അവരെ പോലീസ് തടഞ്ഞു മാറ്റി. ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് സർവകലാശാല ഇടത് യൂണിയന്റെ ഭാഗമായിട്ടാണ്. ഇടത് യൂണിയൻ ജീവനക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ പോലീസ് ഇവരെ മുകളിലേക്ക് കയറ്റാൻ, അതായത് VCയുടെ ചേംബറിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല. ചേംബറിന് മുന്നിൽ വെച്ച് തന്നെ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്നു. ഈ VCക്കെതിരെ നേരത്തെ തന്നെ CPM ഇക്കാര്യം നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സർവീസ് സംഘടനകളും ആ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധം. എന്തായാലും VCയുടെ ചേംബറിലേക്ക് പ്രതിഷേധക്കാരെ കയറ്റിവിടാതെ തന്നെ തടഞ്ഞിട്ടുണ്ട്. എന്തായാലും SFIക്കാരുടെ പ്രതിഷേധം ഈ ഗേറ്റിന് മുന്നിൽ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യ സൂചന. എന്നാൽ SFIക്കാരെ പോലീസ് തടയുകയും ചെയ്തു. എന്നാൽ ഇത് പോലീസിന്റെ, അതായത് ജീവനക്കാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നുള്ള സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് പോലീസിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. എന്തായാലും VC ചേംബറിലേക്ക് എത്തിയിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അതിനിടയിലാണ് സർവകലാശാല ഇടത് സംഘടനാ പ്രവർത്തകരുടെ നേതാക്കളുടെ പ്രതിഷേധം. പുറത്ത് SFIയുടെ പ്രതിഷേധിക്കാൻ SFI പ്രവർത്തകരുണ്ടായിരുന്നു, പക്ഷേ അവരെ പോലീസ് മാറ്റിയെന്നാണ് നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിനുള്ളിലേക്ക് കടന്നപ്പോഴേക്കാണ് ഇടത് സംഘടനയുടെ പ്രതിഷേധം. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നു. ഉമേഷ്, നമുക്കറിയാം ഇതിനകത്തൊരു രാഷ്ട്രീയ തർക്കമുണ്ട്. സർക്കാർ പാനൽ കൊടുത്ത് സർക്കാർ പാനൽ തള്ളി ഗവർണറുടെ ഇഷ്ടപ്രകാരം നിയമിച്ച VC ആണ്. അപ്പോൾ സുഗമമാകുമോ കാര്യങ്ങൾ? പ്രതിഷേധം തുടരാനിടയുണ്ടോ ഉമേഷ്? സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർവകലാശാല ഇടത് യൂണിയൻ നേതാക്കൾ VCയുടെ ചേംബറിന്റെ ഭാഗത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. ചേംബറിൽ കയറി VCയെ കാണണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ പോലീസിനെ തള്ളി മാറ്റി അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ഇടത് സംഘടനാ ജീവനക്കാരും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രതിഷേധം VCയെ ചുമതലയേൽക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയാണോ? ഇല്ല, അതിന് പ്രതിഷേധമാണ്. കോടതി വിധികളെയും സ്റ്റാറ്റ്യൂട്ടുകളെയും എല്ലാം പുല്ലാക്കി കേരള സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്നും എടുക്കാതെ ഗവർണറുടെ ഏകാധിപത്യമായ ഒരു വിധിയാണ് ഇവിടെ നടപ്പിലാക്കിയ ഉത്തരവ്. ആ ഉത്തരവിനെതിരെ തൊഴിലാളികളും അധ്യാപകരും പ്രക്ഷോഭം. കോടതി വിധി ധിക്കരിക്കാൻ കൂട്ടുനിന്ന ആളുകൾക്കാണ് പോലീസ് ഇപ്പോൾ സംരക്ഷണം കൊടുക്കുന്നത്. അത് ഞങ്ങൾ അനുകൂലിക്കില്ല. അത് ഞങ്ങൾക്ക് നോക്കി നിൽക്കാനാവില്ല. ഞങ്ങൾക്ക് ജനാധിപത്യപരമായി ഇവിടെയുള്ള ഒരു സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ചാൻസലറായിട്ടുള്ള ഗവർണർ ഈ നിലപാട് സ്വീകരിച്ചത്. അതിന് ദയവ് ചെയ്ത് പോലീസ് കൂട്ടു നിൽക്കരുത്. ഞങ്ങൾക്ക് ആ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ ജനാധിപത്യപരമായി ഇവിടെ നിന്നേ സമരം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പടിക്കെട്ടിനകത്തേക്ക് മേലേക്ക് കയറാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളെ റിമൂവ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യും. എന്തുകൊണ്ട്? ഒരു സംശയം വേണ്ട. നിങ്ങളെ ജനാധിപത്യമായ രീതിയിൽ നിങ്ങൾ കോടതി അംഗീകരിക്കും. ഞാൻ പറയുന്നത് കോടതി വിധി അംഗീകരിക്കുന്നില്ല. കോടതിയെക്കുറിച്ച് തർക്കങ്ങളും മറ്റുള്ള ഞാൻ പറഞ്ഞോട്ടെ. കോടതി വിധിയെക്കുറിച്ചുള്ള തർക്കങ്ങളും മറ്റും
കോടതിയെക്കുറിച്ചുള്ള വിധിയെക്കുറിച്ചും ആരനുസരിച്ചില്ല, ആര് കണ്ടംപ്റ്റ് ചെയ്യുന്നുള്ളതാണ് കോടതി തീരുമാനം. അത് കോടതിക്കാണ് തീരുമാനം. ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് പ്രതിഷേധം നടത്താൻ അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഈ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മേളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ റിമൂവ് ചെയ്യോ. അല്ല, ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ട്. അവരെ അല്ല അതാണ് ഞാൻ ഒരാളായിട്ട് സംസാരിക്കുന്നത്. ജീവനക്കാർക്ക് മേളിൽ പോകാനായിട്ട് ഐഡന്റിറ്റി കാർഡ് നോക്കി ഞങ്ങൾ മേലേക്ക് കടത്തിവിടും. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഒരാളുടെ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഞാൻ ഈ കാര്യം ലാൻഡ് ഓർഡർ സിറ്റുവേഷനായിട്ട് ഓക്കെ, അവിടെ ഒരു തർക്കമുണ്ട്, ചെറിയൊരു സംഘർഷ സമാന സാഹചര്യമുണ്ട്. ജീവനക്കാരുമായി സംസാരിക്കുകയാണ് പോലീസ്.